ബഹുമാന്യരെ, വിദ്യാർത്ഥികളെ, കഥകളി സ്കൂളിലെ അധ്യാപകരെ, ഇതിൻ്റെ ഡയറക്ടർ ഗോപാലകൃഷ്ണൻ, അതിനൊക്കെ പുറമെ ഇവിടുത്തെ ഈ ഭരണചക്രം തിരിക്കുന്ന ആരും ശ്രദ്ധിക്കാത്ത ഒരു മാന്യദേഹം കൂടിയുണ്ട്, രവിയേട്ടൻ. ഇവിടെ എന്ത് സംഭവം നടക്കണമെങ്കിലും ഗോപാലകൃഷ്ണൻ തീരുമാനിക്കും, രവിയേട്ടൻ്റെ കൈകളിൽ അത് പ്രിൻ്റായി വരും. അത് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലും രവിയേട്ടൻ്റെ ആ കൈവിരുതുകൾ എത്തിയിട്ടുണ്ട്. അപ്പം ഗോപാലകൃഷ്ണൻ ഇതിൻ്റെ ഡയറക്ടറാണെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ രവിയേട്ടനാണ് ചെയ്യുന്നത്. ഒരക്ഷരം തെറ്റിയാൽ മതി, എല്ലാം കുടുങ്ങും. അതെല്ലാം വൃത്തിയായി ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പം കാണാറുണ്ട്, നന്നായിട്ട് ഫയൽ ചെയ്ത് അടുക്കി വെക്കും. അത് ഗോപാലകൃഷ്ണൻ അതുമായിട്ട് ഡൽഹിക്കോ എവിടേക്കാണ് ഇത് കൊടുക്കേണ്ടതെന്ന് ഉത്തരവാദിത്തമായിട്ട് അവിടെ എത്തിക്കും. അപ്പം രവിയേട്ടനെ കൂടി ഈ കൂട്ടത്തിൽ ഓർക്കുകയാണ് ഞാൻ. പിന്നെ വർഷങ്ങളായി കഥകളി സ്കൂളിൻ്റെ അധ്യാപകനായി വർത്തിക്കുന്ന കലാമണ്ഡലം ഉദയകുമാറാണ് കഥകളി വേഷത്തിൻ്റെ അധ്യാപകൻ ഇവിടുത്തെ. അത് വളരെ നല്ല രീതിയിൽ ചിട്ടപ്രകാരം ഭംഗിയായിട്ട് പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരു അധ്യാപകനാണ് ഉദയകുമാർ. പത്മനാഭൻ നായർ ആശാൻ്റെ കീഴിൽ കറകളഞ്ഞ അഭ്യാസം, അതിൽ ഒരു മറവിയും സംഭവിക്കാതെ, വെള്ളം ചേർക്കാതെ അതിനെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ്. അതിൻ്റെ തെളിവ് നമുക്ക് ഇന്നിവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ ശിഷ്യകളാണ് രുക്മിണി സ്വയംവരം കഥ കളിക്കുന്നത്. അതിനകത്ത് ബ്രാഹ്മണനും രുക്മിണിയും കൃഷ്ണനും എല്ലാം പെൺകുട്ടികളാണ്. അപ്പം ഈ ബ്രാഹ്മണൻ പെൺകുട്ടികൾ എങ്ങനെ ഒരുങ്ങും എന്നുള്ളത് ഞാൻ പോയി നോക്കിയില്ലെങ്കിലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അതിനൊരു രൂപം കൊടുത്തു. ശരീരത്തിൻ്റെ കളറിലെ ബ്ലൗസ് ഇട്ടിട്ട് അതിൽ ഭസ്മമൊക്കെ വരച്ച്, ഈ ഭസ്മക്കുറിയൊക്കെ വരച്ച് അങ്ങനെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു 4-5 ആൾക്കാർ, പിന്നെ ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും കൃഷ്ണകുമാർ പൊതുവാൾ നിർബന്ധമായും അതിൻ്റെ മുമ്പിൽ ഇവിടെ ഗോപാലകൃഷ്ണനെ സഹായിക്കാനുണ്ടാവും. അദ്ദേഹവും ഒരു പ്രവർത്തകനാണ്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാവരുടെയും സഹകരണം ഒത്തുചേർന്ന ഒരു കഥകളി സ്കൂൾ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ഇവിടെ കഥകളിക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ഡാൻസിന് ക്ലാസ്, മോഹിനിയാട്ടം, ഭരതനാട്യം, ഇതിനെല്ലാം ആരെങ്കിലും വഴിയെ പോകുന്നവരെ വിളിച്ചിട്ടല്ല ക്ലാസ് എടുപ്പിക്കുന്നത്. കലാമണ്ഡലത്തിൽ നിന്നും അഭ്യസിപ്പിക്കൽ കഴിഞ്ഞ് റിട്ടയർഡായ ടീച്ചർമാർ തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഡാൻസും സംഗീതവും ഒക്കെ പഠിപ്പിക്കുന്നത് അതിന് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടി ഗ്രാൻഡ് മേടിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല ഗോപാലകൃഷ്ണൻ എന്ന് ആദ്യം തന്നെ അറിയാം. ആദ്യമൊന്നും ഇവിടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിച്ചിരുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. ഇപ്പോഴും കഥകളി പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആണ്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നെന്തോ നിസ്സാര പൈസ മേടിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതൊരു കച്ചവട സ്ഥാപനം ആക്കായിരുന്നു ഗോപാലകൃഷ്ണൻ. ഇപ്പം ഒരു 500 രൂപ ഫീസ് വെച്ചാലും എണ്ണം കുറയുമെന്നേ ഉള്ളൂ, വണ്ണത്തിലുള്ള കുട്ടികളെ കിട്ടുമായിരുന്നു. ഗോപാലകൃഷ്ണന് സാമ്പത്തികം അല്ല ഗോപാലകൃഷ്ണൻ്റെ ഉദ്ദേശം. കല നിലനിൽക്കുക, ഈ സ്ഥാപനം നിലനിൽക്കുക. ഇവിടെ ഈ ഇട്ടാവട്ടം സ്ഥലത്ത് നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ വളർന്ന് പന്തലിച്ച ഒരു സ്ഥാപനം ഉണ്ടാവുമെന്ന്. ഇതിപ്പം വളർന്ന് ഈ ബാക്കിലെ ആ സൈഡെല്ലാം ബിൽഡിങ്ങായി. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്താ ഇങ്ങനെ? അത് ഇവിടുത്തെ കുട്ടികൾ കണ്ടമാനമുണ്ട്, അപ്പം സ്ഥലം തികയുന്നില്ല. അപ്പോൾ പുറകോട്ട് ഉള്ള സ്ഥലമെല്ലാം കളരിയാക്കി എടുത്തു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ തോന്നുന്നത്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇത് ഗോപാലകൃഷ്ണൻ കൊണ്ട് നടക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് തെറ്റിയാൽ കാര്യങ്ങളെല്ലാം അവതാളമായി. അങ്ങനെ ഒരു സംഭവം ഗോപാലകൃഷ്ണൻ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല, നാളെ സംഭവിക്കുകയുമില്ല. അതായത് ഒരു കാര്യത്തിലും, സ്വഭാവത്തിലായാലും
മറ്റ് ദുസ്വഭാവങ്ങളിലായാലും എല്ലാം 100% ഒക്കെയാണ് ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഇത് 15ാമത്തെ വാർഷികമാണ് കൊണ്ടാടുന്നത്. അതിൽ ഏതാണ്ടൊരു 5 എണ്ണത്തിലോ മറ്റോ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ പരിപാടി ഉണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ഞാൻ ഇവിടെ വന്ന് പെടും. വന്ന് പെട്ടാൽ കുട്ടികൾക്ക് മൊമെൻ്റ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർഷം 2-3 പ്രാവശ്യം ഇവിടെ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരാളാണ് ഞാൻ. ഒരു മണീസ്വയംവരം ഉദയകുമാർ പഠിപ്പിച്ച കുട്ടികളാണ്. പിന്നെ ഇവിടെ ഒരു സാരി നൃത്തം നടക്കുന്നുണ്ട്. അരവിന്ദാണ് അത്. കുട്ടികളല്ല കേട്ടോ, ടീച്ചർമാരെയാണ്. അരവിന്ദാണ് അവരെ പഠിപ്പിച്ചത്. സാരി നൃത്തം കഥകളിയിലെ സാരി തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നത്. അല്ലേ? അല്ല, കഥകളിയിലെ സാരി എന്നല്ലേ? കഥകളിയിലെ സാരി തന്നെയാണ്. അതിന് പ്രത്യേകതയൊന്നുമില്ല. അത് ടീച്ചർമാർ 4 ദിവസം കൊണ്ടോ മറ്റോ ആണ് അവർ അത്. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ അവരിവിടെ അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പം അവരും ഉത്സാഹിക്കുന്നുണ്ട് നന്നാവണം എന്നുള്ള രീതിയിൽ. ഈ രുക്മിണി സ്വയംവരം വേഷം കെട്ടുന്ന കുട്ടികൾ 2 വർഷം കൊണ്ട്, 2 വർഷമെന്ന് പറയുമ്പം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒരു ദിവസമൊക്കെ ആയിരിക്കും കുട്ടികളെ കിട്ടുന്നതും അധ്യാപകരെ കിട്ടുന്നതും. 2 കൂട്ടരും കൂടി ഒത്തുകൂടിയാലേ ക്ലാസ്സുകൾ നടക്കൂ. എന്തായാലും ഈ വക കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രോത്സാഹനം ഗോപാലകൃഷ്ണൻ കൊടുക്കുന്നു. കുട്ടികളുടെ ഭാഗത്തു നിന്ന് അവർ ഉത്സാഹമായിട്ട് പഠിക്കുന്നു. രക്ഷകർത്താക്കൾ അതിന് താല്പര്യം കാണിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കൂ. ശനി ഞായർ ദിവസങ്ങളിൽ ഇതിലേ പോയാൽ കാണാം ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് എന്ന്. കാരണം കലാമണ്ഡലത്തിൻ്റെ അവിടുന്ന് ഈ തല വരെ കാറ് കിടക്കുന്നുണ്ടാവും. അകലേന്ന് വരുന്ന കുട്ടികൾ വരുന്ന വണ്ടിയായിരിക്കും. അതല്ലാതെ ബസ് മാർഗവും രക്ഷിതാക്കൾ നേരിട്ട് കൊണ്ടുവരുന്നതും ആയ അനവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ എണ്ണം പറയാൻ അറിയില്ല, ഞാൻ ചോദിച്ചില്ല. അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം കുറിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങ് രാവിലെ കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനമാണ്. അപ്പോൾ അതും രാമമോഹൻ അവർകൾ നിലവിളക്ക് കത്തിച്ച് ചെയ്തു കഴിഞ്ഞു. ഇനി തുടർന്ന് അങ്ങോട്ട് പരിപാടികളാണ്. 2-3 ആളും കൂടി സംസാരിക്കാനുണ്ട്. പിശപ്പള്ളി രാജീവൻ സംസാരിക്കാൻ കുറച്ച് കഴിവുള്ള ആളാണ്. വിദ്യാഭ്യാസപരമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും മിടുമിടുക്കനാണ്. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ആളാണ് പിശപ്പള്ളി രാജീവൻ. അപ്പോൾ ഞാനധികം സംസാരിച്ച് നീട്ടുന്നില്ല. തുടർന്ന് പരിപാടികൾ കുറേ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവിധ പരിപാടിക്കും ഗോപാലകൃഷ്ണൻ്റെ ഈ സതുദ്യമത്തിനും ഒപ്പം എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. ഞാനുണ്ട് കൂടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.